ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് മസാലയാണ് ഇന്നത്തെ വീഡിയോ. തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. ഈ പാത്രത്തിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുത്താലും മതി. കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കോരി മാറ്റാം. വെള്ളം ഊറ്റിക്കളഞ്ഞാലും മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഈ ഉരുളിയുടെ ലിങ്ക് വേണമെന്നുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 3 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് എത്തുകയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കീറി അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ചെറിയ തീയിൽ വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ അങ്ങ് കരിഞ്ഞു പോവും. ഇനിയും 2 ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം, 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റണം. ഈ ഒരു പരുവത്തിലെത്തുന്നത് വരെ വഴറ്റണം. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പ്രഷർ കുക്കറിൽ തൊലിയോട് കൂടി പുഴുങ്ങി ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെക്കാം. ഇനിയും ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് തേങ്ങാപ്പാലും പിഴിഞ്ഞു മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ കിഴങ്ങിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉടച്ചു ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയൊന്ന് ഉടച്ചെടുക്കാം. ഞാനൊരു മത്ത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തു. കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാവും, കുറച്ച് ഇങ്ങനെ ഉടഞ്ഞു ചേരും. അതിനാണ് രുചി കൂടുതൽ. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പില ചേർക്കണം എന്നുള്ളവർക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം തിളപ്പിക്കരുത്. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. കറിവേപ്പിലയാണ് ചേർക്കാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്താലും മതി. രണ്ടും ചേർക്കണമെങ്കിൽ അങ്ങനെയും ആകാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല കറി തയ്യാറായി.